show that R implies S can be derived from the premises P implies Q implies S, negation R or P, Q. Question. Show that R implies S can be derived from the premises P implies Q implies S, another premise. Negation R or P, രണ്ടാമത്തെ premise, and Q, മൂന്നാമത്തെ premise. ഈ മൂന്ന് premises നമ്മൾ ഒരു കൺക്ലൂഷൻ എടുക്കണം. അപ്പോൾ കൺക്ലൂഷൻ എന്ന് വെച്ചാൽ ഇതാണ് കൺക്ലൂഷൻ. ഇത് വാലിഡ് ആയിട്ടുള്ള കൺക്ലൂഷൻ ആണ് പ്രൂവ് ചെയ്യുക. അതായത് ഡിറൈവ് ചെയ്തിട്ട് എത്തിക്കുക, അത്രേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചോളൂ. നമ്മൾ എഴുതുന്ന സ്റ്റെപ്പ്, സ്റ്റേറ്റ്മെന്റ്, റൂൾ ഓർ റീസൺ, ഇതിനകത്ത് ഈ റൂള് ആയിട്ട് നമുക്ക് ഏത് റൂള് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ പഠിച്ച ഇക്വലൻസിൻ്റെ അകത്ത് ഏത് റൂള് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇക്വലൻസിനകത്ത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, അതുപോലെ തന്നെ കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, അങ്ങനെ കുറേ ലോസ് പഠിച്ചിട്ടില്ലേ, ഡി മോർഗൻസ് ലോ. ആ ലോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് റൂൾസ് ഓഫ് ഇൻഫറൻസിൽ പഠിച്ചിട്ടുള്ള മോഡസ് പോണൻസ്, മോഡസ് ടോളൻസ്, ഹൈപ്പോത്തറ്റിക്കൽ സിലോഗിസം, ഡിസ്ജങ്ക്റ്റീവ് സിലോഗിസം, അങ്ങനെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ആ റൂൾസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. എനിവേ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺക്ലൂഷനിൽ എത്താൻ പറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ പ്രിമൈസസ് നമുക്ക് എഴുതാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് P implies Q implies S ഞാൻ എഴുതുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നെഗേഷൻ R or P എഴുതുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് Q ഞാൻ എഴുതിയിട്ടുണ്ട്. റൂൾ പ്രിമൈസ് ആണ്, റൂൾ P എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ, നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത്. കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം. നമുക്ക് R implies S ആണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. R implies S ആണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇംപ്ലിക്കേഷൻ റിസൾട്ടായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ R implies S എന്നൊക്കെ റിസൾട്ടായിട്ട് കിട്ടുന്നത് ഏത് സോൾവ് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഏത് റൂൾ യൂസ് ചെയ്യുമ്പോഴായിരിക്കും R implies ഒക്കെ കിട്ടുക? ഒരു 95% ഹൈപ്പോത്തറ്റിക്കൽ സിലോഗിസം യൂസ് ചെയ്യുമ്പോഴാണ് അല്ലേ? ഓക്കെ, ഹൈപ്പോത്തറ്റിക്കൽ സിലോഗിസം ഒക്കെ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടിനെ ഞാൻ മാറ്റാൻ പോകുന്നു. ഐ വിൽ റൈറ്റ് എ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഫ്രം 2. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഞാനൊരു ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. R implies P. I will write it rule T, or otherwise I can write in bracket negation R or P is equivalent to, logically equivalent to R implies P in there. Okay, ഇങ്ങനെ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. R implies P is equivalent to negation R or P നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ R വെച്ച് negation വെച്ച് എഴുതുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇന്ന് മാറ്റാൻ പോകുന്നത്, ഞാൻ അഞ്ചാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പോവാണ്. അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് ഐ വിൽ റൈറ്റ് ഇറ്റ് ഫ്രം 4 and 1. 4 and 1 നോക്കിക്കേ നിങ്ങൾ, 4 ന്നും 1 ന്നും കൂടിയാണ് ഞാൻ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ്. എന്താ എഴുതാൻ പറ്റും എനിക്ക്? 4 and 1. എന്താണ് 4 ഉം 1 ഉം? R implies P ആണ് 4, പിന്നെ ആൻഡ് P implies Q implies S ആണ്. ഇത് 4, ഇത് 1. ഇതിന്റെ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം പറഞ്ഞു? P implies Q and Q implies R ആയിട്ട് തോന്നുന്നില്ല. ഒരു P implies Q and Q implies R ആയിട്ട് തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇതിന്റെ കൺക്ലൂഷൻ എന്താ എഴുതുക? P R P implies
ആർ എഴുതി കൂടെ, ഇങ്ങനെ എഴുതി കൂടെ. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം എന്ന് പറയുന്നത്. ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം റൂൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആർ ഇംപ്ലൈസ് പി ഉണ്ട്, പിന്നെ പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് എസ് ഉണ്ട്. അപ്പോൾ ഇതൊരു അസോസിയേറ്റീവ് ലോ പോലെ വിചാരിച്ചാൽ മതി. എ ടു ബി ആൻഡ് ബി ടു എ, സോറി എ ടു ബി ആൻഡ് ബി ടു സി, ദെൻ എ ടു സി നമ്മൾ പറയുന്നത് അതേപോലെ വിചാരിച്ചാൽ മതി. എ ടു ബി ആൻഡ് ബി ടു സി. അപ്പം എങ്ങനെ പറയാം, നമുക്ക് എ ടു സി എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് ഞാനിവിടെ എഴുതാൻ പോകുന്നത് ആർ ഇംപ്ലൈസ്, ആർ ആണ് ഇവിടുത്തെ എ, ഇതാണ് സി, ക്യൂ ഇംപ്ലൈസ് എസ്. ഞാൻ യൂസ് ചെയ്ത റൂള് ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം. ഓക്കെ, ഓക്കെ ആണോ? റെഡി ആയിട്ടോ? യെസ്. ഇനി മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ആർ ഇംപ്ലൈസ് എസ് ആക്കി മാറ്റണം. ആർ ഇംപ്ലൈസ് എസിന് പകരം നെഗേഷൻ ആർ ഓർ എസ് കിട്ടിയാലും മതി. നെഗേഷൻ ആർ ഓർ എസ് കിട്ടിയാൽ നമുക്ക് ആർ ഇംപ്ലൈസ് എസ് ആക്കി മാറ്റാം. അപ്പോൾ നമുക്ക് കിട്ടുമോ നോക്കാം. നമുക്ക് ഒരു ആർ നെഗേഷൻ ആർ ആൻഡ് എസ് കിട്ടിയാൽ, ആർ ഓർ എസ് കിട്ടിയാൽ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ആറാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാം. ഇറ്റ് ഈസ് ഫ്രം 5 ഞാൻ എഴുതാൻ പോകുന്നത്. ഇതിനൊക്കെ ഈ ഇംപ്ലിക്കേഷൻ ആയിട്ട് മാറ്റിയിട്ട് ഞാൻ ഓർ എടുത്ത് എഴുതാൻ പോവാണേ. ഒന്നിച്ചാണ് ഞാൻ എഴുതുന്നത്, നോക്കിയോ. നെഗേഷൻ ആർ ഓർ ക്യൂ ഇംപ്ലൈസ് എസ് എന്ന് എഴുതാം. പക്ഷെ ആ ക്യൂ ഇംപ്ലൈസ് എസിനെയും ഞാൻ എങ്ങനെ എഴുതുന്നു, നെഗേഷൻ ക്യൂ ഓർ എസ് എന്ന്. ഇവിടെ ആർ ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് എസ് ഉണ്ട്, അതിനെ ഞാൻ ആദ്യം നെഗേഷൻ ആർ ഓർ ക്യൂ ഇംപ്ലൈസ് എസ് എന്ന് എഴുതി. ഇനി ആ ക്യൂ ഇംപ്ലൈസ് എസിനെയും എന്ത് എഴുതാം, നെഗേഷൻ ക്യൂ ഓർ എസ് എന്ന്. ഇവിടെ നമ്മൾ റൂൾ ടി ആണ് യൂസ് ചെയ്യുന്നത്. ഏത് റൂളാണെന്നുള്ളതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമ്മൾ ഈ യൂസ് ചെയ്തേക്കുന്ന റൂൾ തന്നെയാണ്. ഇതാണ് ആർ ടി ഇംപ്ലൈസ് ക്യൂ ഇസ് ഈക്വൽ ടു നെഗേഷൻ പി ഓർ ക്യൂ എന്ന് പറയുന്ന റൂൾ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ മോഡിഫൈ ചെയ്തു. ഇനി നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു ക്യൂ കിടക്കുന്നുണ്ട്. ഓക്കെ, ആ ക്യൂ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് കിടക്കുന്നത്. ആ ക്യൂവിന് ഞാൻ ഈ ആറാമത്തെ സ്റ്റെപ്പിൻ്റെ കൂടെ ആൻഡ് എടുത്ത്, ആറാമത്തെ സ്റ്റെപ്പ് 7 ഫ്രം 3 and 6. ഓക്കെ, 7 എഴുതുന്നത് 3 6 ആണ്. എങ്ങനെ എഴുതാം, ആൻഡ് എടുത്താൽ മതി. ആൻഡേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ആൻഡ് എടുത്തു. ക്യൂ ആൻഡ് നെഗേഷൻ ഓർ നെഗേഷൻ ആർ ഓർ നെഗേഷൻ ക്യൂ ഓർ എസ്. കാരണം ഇവിടെ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, കാരണം ഒരേ ഓപ്പറേഷനാണ്. അപ്പോൾ അസോസിയേറ്റീവ് ലോ ഒക്കെ ഉള്ളതുകൊണ്ട് എവിടെ വേണമെങ്കിൽ നമുക്ക് ബ്രാക്കറ്റ് ഇടാം. ഓപ്പറേഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് നിർബന്ധമായിട്ട് ഇടണം. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇത് കൺജങ്ഷൻ ആണ്, റൂൾ ടി ആണ്. റൂൾ ടി കൺജങ്ഷൻ ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നിർത്തും കേട്ടോ. മുമ്പ് നിർത്തുന്നില്ലേ, 10 മണി ആയിരിക്കും ചോദിക്കേണ്ട. 10 മണി എനിക്കറിയാം, ഇത് ഞാൻ നിർത്തും. പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേറെ സമയം. ഓക്കെ, അപ്പോൾ ഇനി എട്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുള്ളൂ. എട്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ മോഡിഫൈ ചെയ്യാണ്. ഇതിനെ നമ്മൾ എന്താ പറയുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഈ ക്യൂ ആൻഡിനെ ഈ ബ്രാക്കറ്റിനകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ക്യൂ ആൻഡിനെ ബ്രാക്കറ്റിനകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അടുത്തത്. ദാറ്റ് ഈസ് ഫ്രം 7 ക്യൂ ആൻഡ് നെഗേഷൻ ആർ ഓർ ക്യൂ ആൻഡ് നെഗേഷൻ ക്യൂ ഓർ ക്യൂ ആൻഡ് എസ്. ടി ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, നോക്കാം. ഇറ്റ് ഈസ് 9th സ്റ്റെപ്പ് ഫ്രം 8. അതിൻ്റെ താഴെയാണെങ്കിൽ പിന്നെ ഫ്രം എഴുതേണ്ട ആവശ്യമില്ല എന്നാണ് പറയുക. ഇവിടെ ഒരു മോഡിഫിക്കേഷൻ ഉള്ള എന്താ, ക്യൂ ആൻഡ് നെഗേഷൻ ക്യൂ. ഈ കാണുന്നിടത്താണ് ക്യൂ ആൻഡ് നെഗേഷൻ ക്യൂ പറഞ്ഞാൽ എന്തായിരിക്കും, അത് ഫോൾസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അത് മാത്രമാണ് ഇവിടെ മോഡിഫിക്കേഷൻ ഉള്ളത്. ക്യൂ ആൻഡ് നെഗേഷൻ ആർ ഓർ എഫ് ഓർ
ക്യൂ ആൻഡ് എസ്. ശരിക്കും ഇത് എഴുതണ്ടെന്നാണ് പറയുക. ഒറ്റ സ്റ്റെപ്പിൽ ഈ എസിനെ കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എഴുതാണ് ചെയ്യേണ്ടത്. റൂൾ ടി. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ഒരു ഇക്വേഷൻ അവിടെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്നാണ്. അഡീഷണൽ സ്റ്റെപ്പായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും. ഈ 10ാമത്തെ സ്റ്റെപ്പ് എഴുതുമ്പോഴും അത് തന്നെയാണ് എഴുതുമ്പോൾ സ്റ്റെപ്പിൻ്റെ എണ്ണം അവിടെ കൂടുക. 10th സ്റ്റെപ്പ് ദാറ്റ് ഇസ് ഫ്രം 9 ഞാൻ എഴുതാൻ പറ്റില്ല. ക്യൂ ആൻഡ് നെഗേഷൻ ആർ ഓർ ക്യൂ ആൻഡ് എസ് ഇങ്ങനെ കിട്ടും. ജസ്റ്റ് റൂൾ ടി എഴുതിയാൽ മതി. ഫ്രം ദ പ്രീവിയസ് സ്റ്റെപ്പ്, മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്ന് താഴത്തേക്ക് എഴുതിയതാണ്. 11th സ്റ്റെപ്പ് ഫ്രം 10 നമുക്ക് എന്താ എഴുതാം? ഇവിടെ ക്യൂ ഉണ്ട്, പിന്നെ ക്യൂ ആൻഡ്, ആ ക്യൂ ആൻഡിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ഓക്കെ, ക്യൂ ആൻഡിനെ നമ്മളുണ്ട് ഔട്ട് സൈഡ് എടുക്കും. ഡിസ്ട്രിബ്യൂട്ടീവ് ഓർഡർ റിവേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ ആൻഡിനെ കൊണ്ട് ഔട്ട് സൈഡ് എടുത്താൽ എന്താ കിട്ടുന്നത്? നോക്കിയേ, ക്യൂ ആൻഡ് നെഗേഷൻ ആർ ഓർ എസ്. ശരിയല്ലേ? ക്യൂ ആൻഡിനെ നമ്മൾ ഔട്ട് സൈഡ് എടുത്താൽ നെഗേഷൻ ആർ ഓർ എസ് കിട്ടും. ദാറ്റ് ഈസ് റൂൾ ടി. റൂൾ ഏതാണെന്ന് എഴുതി വയ്ക്കാം, ഡിസ്ട്രിബ്യൂട്ടീവ് ഓർഡർ റിവേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല, ഈക്വലൻസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ റൂളിൻ്റെ പേര് എഴുതാത്തത്. ഓക്കെ, ദെൻ ഇനിയിപ്പോൾ എന്തായി? 12ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫ്രം 11 ഞാനിവിടെ സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പോവാണ്. റൈറ്റ് ഇറ്റ് ആസ് ആർ നെഗേഷൻ ആർ ഓർ എസ്. ദാറ്റ് ഈസ് ഫ്രം റൂൾ ടി ആണ്. ദാറ്റ് ഈസ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയും. സിംപ്ലിഫിക്കേഷൻ എങ്ങനെയായിരുന്നു സിംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്യാം? പി ആൻഡ് ക്യൂ കണ്ടു കഴിഞ്ഞാൽ അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? പി എഴുതാം, അല്ലെങ്കിൽ ക്യൂ എഴുതാം. അതാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ ആയിട്ട് എഴുതിയത്. അപ്പോൾ ക്യൂ ആൻഡ് നെഗേഷൻ ആർ ഓർ എസ് ഉണ്ട്. അപ്പോൾ ഇതിന് പി ആയിട്ട് ഇതിന് ക്യൂ ആയിട്ട് വിചാരിക്കുകയാണെങ്കിൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അതുകൊണ്ടാണ് ഞാനിവിടെ നെഗേഷൻ ആർ ഓർ എസ് എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി നെഗേഷൻ ആർ ഓർ എസ് കഴിഞ്ഞില്ലേ, കൺക്ലൂഷൻ ആയി. നെഗേഷൻ ആർ ഓർ എസിനെ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് എന്ത് എഴുതാം? ആർ ഇംപ്ലൈസ് എസ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് അഗൈൻ റൂൾ ടി. ആ റൂൾ എഴുതി വെച്ചോളൂ. ആർ ഇംപ്ലൈസ് എസ് ഈസ് ഈക്വൽ ടു നെഗേഷൻ ആർ ഓർ എസ്. അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് എന്ത് കിട്ടി? ആർ ഇംപ്ലൈസ് എസ് കിട്ടി. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ.